വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം നമ്മൾ മലർന്നു കിടക്കുന്ന സമയത്തും കമിഴ്ന്ന് ഒരുപാട് നേരം കിടക്കുന്ന സമയത്തും കുമ്പിട്ട് എന്തെങ്കിലും വസ്തുക്കൾ എടുക്കുന്ന സമയത്തും നമുക്ക് വയറിലുണ്ടാകുന്ന 3 ടൈപ്പ് ഡിസ്കംഫേർട്ടിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്ന നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്ന സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലകറക്കം, ഛർദില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഇവൻ നിങ്ങൾക്ക് പീരിയഡ് ഡേറ്റ് മിസ്സാകുന്നുണ്ടെങ്കിലും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരിയഡ് ഡേറ്റിൽ എത്രത്തോളമാണ് ബ്ലീഡിങ് വരുന്നത് എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്കുണ്ടാവുന്ന ബ്ലീഡിങ്ങിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടൊരു ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അവിടെ ഊഹിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ വയറ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുക, നിവർന്ന് കിടക്കുന്ന സമയത്ത് ഒരു പുഷിംഗ് എഫക്റ്റ് നമുക്ക് വയറിൽ അനുഭവപ്പെടുക. ഇത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ലക്ഷണമാണ്. നമ്മൾ കമഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ നിവർന്ന് കിടക്കുന്ന സമയത്തും ഈ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇൻ കേസ് നമ്മൾ ചരിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാവുന്നതൊക്കെ വളരെയധികം കുറവായിരിക്കും കേട്ടോ. നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാവിറ്റി ഫോഴ്സ് താഴോട്ടേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ യൂട്രസിലെ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഫീൽ ചെയ്യാം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിന് ശേഷമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നുണ്ട്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും. ഡൈജഷൻ സ്ലോ ആകുമ്പോഴേക്കും അതിന്റെ ഫലമായിട്ട് നമുക്ക് വയറിൽ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കല്ലപ്പ് നമുക്ക് വയറിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഫീൽ ചെയ്യും. കാരണം ദഹിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അതിന്റെ അസ്വസ്ഥത നമുക്ക് വയറിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ. ഇത് തന്നെ നമുക്ക് ആ ഒരു കിടക്കുന്ന സമയത്തും ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ആകുമ്പോഴേക്കും യൂട്രസ് അതിന്റെ ആ ഒരു സ്പേസ് വലുതാക്കാനായിട്ട് ശ്രദ്ധിക്കും. കാരണം ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ യൂട്രസ് കുറച്ചൊന്ന് സൈസ് എൻലാർജ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ അതിന്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് അതിന് മാറ്റം വരും, അതിന് കുറച്ചധികം സ്പേസ് എടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു പുഷിംഗ് എഫക്ട് ആ ഒരു യൂട്രസ് നമ്മളുടെ ശരീരത്തിലോട്ട് കൊടുക്കുമ്പോഴേക്കും ആ പുഷിംഗ് എഫക്ട് നമുക്ക് ആ കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്തും ആ വ്യത്യാസം നമുക്ക് കാണാം. യൂട്രസിന്റെ ചുറ്റുമുള്ള മസിൽസും ഇതുപോലെ തന്നെ ഒന്ന് സൈസ് വലുതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പുഷിംഗ് എഫക്ട് ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ലോവർ അബ്ഡമൻ ഭാഗത്തൊക്കെ നല്ലതുപോലെ തന്നെ ഫീൽ ചെയ്യും. കാരണം ഒരു കുഞ്ഞൊരു സർക്കിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ പിന്നെ വലുതാവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ വലുതാവുന്നതിനനുസരിച്ച് പ്രഷർ ഫ്രണ്ടിലോട്ടല്ലേ പോകുന്നത്. സെയിം അതേ മെക്കാനിസം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ കൈ ചുരുട്ടി പിടിച്ചേക്കാന്ന് വിചാരിക്കാം. കൈ ഇങ്ങനെ തുറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും തോറും നമ്മൾ എഫക്ട് ആ ഒരു പുഷിങ് കൊടുക്കുന്നത് പുറത്തേക്കുള്ള പോർഷനിലോട്ടല്ലേ. ഇതേ ആ ഒരു എഫക്ട് തന്നെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു യൂട്രസിന്റെ പുഷിങ് എഫക്ട് കൊണ്ടും നമുക്ക് ആ ഒരു വയറിലെ കല്ലപ്പ് പോലെ ഫീൽ ചെയ്യാം കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഡൈജഷൻ സ്ലോ ആകുന്നതോടൊപ്പം തന്നെ നമുക്ക് വയറിലെ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ കൂടുതലാണ്. ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ വയറ് ഭയങ്കര ഒന്ന് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അല്ല ദഹിക്കാതെ കിടക്കുന്നത് പോലെ നമ്മൾ ഞെക്കുന്ന സമയത്തൊക്കെ വയറ് ഉള്ളിലോട്ടൊന്നും പോകാതെ നമുക്ക് ഭയങ്കരമായിട്ടൊരു കല്ലപ്പ് അവിടെ ഫീൽ ചെയ്യും. ഇത് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഉണ്ടാവാം കേട്ടോ. ഇത്തരം റീസൺസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുശേഷമുള്ള സമയങ്ങളിലും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു സ്ട്രെച്ചിങ് എഫക്ട് അവിടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വയറിലെ മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് നമ്മൾ കുറേയും കൂടി ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഭാഗത്തോട്ടുള്ള ബ്ലഡ്
സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ ഒരു എംബ്രിയോയെ ഒന്ന് നറിഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ആ ശരീരഭാഗങ്ങളിലോട്ട് എത്തണം. നാച്ചുറലി ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിലും അത് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു എഫേർട്ട് നമ്മളും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുമൂലം പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ശരീരത്തിന് കൂടുതൽ കിട്ടുന്നു. ഈ സമയത്ത് അതായത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും അതുപോലെ തന്നെ നമ്മൾ ബട്ടർഫ്ലൈ എക്സസൈസ്, നമ്മൾ കിടക്കുന്ന രീതിക്ക് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. സുപ്ത ബദകോണാസന എന്ന് പറയുന്ന ഒരു യോഗ എക്സസൈസ്, റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ ദീച്ചോസ് വേൾഡ് റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ആ എക്സസൈസും ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. ഇപ്പൊ നിങ്ങൾ റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസ് ഒക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടും കംഫർട്ടബിൾ ആയിട്ട് അത് വലിയാൻ വേണ്ടിയിട്ടും, അതായത് നമുക്ക് ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സോ പെയിനോ തരാതെ കംഫർട്ടബിൾ ആയിട്ട് അതൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കാൻ നമ്മളുടെ ശരീരത്തിന് സാധിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് കമിഴ്ന്ന് കിടക്കുന്ന സ്ത്രീകളിലാണ്. കമിഴ്ന്ന് കിടക്കുന്ന സ്ത്രീകളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിലായിരിക്കും നമ്മൾ കമന്ന് കിടക്കുന്നത്. നമ്മൾ ആ ഒരു പ്രഷർ വരുന്നത് നമ്മുടെ സ്റ്റൊമക്കിലും അതുപോലെ നമ്മുടെ നെഞ്ചിലുമായിരിക്കും ഒരു പ്രഷർ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു കമിഴ്ന്ന് കിടക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ത്രീക്ക് കമിഴ്ന്ന് കിടന്നാലേ ഉറങ്ങുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് തിങ്കിങ് ഉള്ള സ്ത്രീകളുണ്ടാകും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നോർമലി അവരിപ്പോൾ ജനിച്ചിട്ട് ഇത്രയും നാൾ വരെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസി സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നു. നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് കുറെ കൂടി ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. കുറെ കൂടി എഫക്റ്റീവ് ആയിട്ട് വേണം ആ ബ്രീത്തിങ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ തന്നെ ആ ഒരു ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് നമ്മുടെ നോർമലി നടക്കുന്നതിനേക്കാളും വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ആ ഒരു സമയത്ത് നടക്കണം. ഈ ഒരു ബ്രീത്തിങ് പ്രോസസ്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ആ ഒരു ബ്രീത്തിങ് ആ കുഞ്ഞിന് കിട്ടുന്ന ശ്വാസത്തില് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഓക്സിജന്റെ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനെ ഒരുപാട് ബാധിക്കും. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നെഞ്ചടഞ്ഞാണ് നമ്മൾ കിടക്കുന്നത്. നെഞ്ചടഞ്ഞെന്ന് പറയുന്നത് നോർമലായിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് അടഞ്ഞല്ല നമ്മൾ കിടക്കുന്നത്. പക്ഷെ നമ്മുടെ ആ നെഞ്ചിന്റെ ഭാഗത്തും അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്തും ഒരു പ്രഷർ നമ്മളൊന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നത്. ഈ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ, അതായത് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ തന്നെ കുഞ്ഞിന്റെ ആ ഒരു ഗ്രോത്തിനും ഡെവലപ്മെന്റും ഒക്കെ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണത്. ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല എങ്കിൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ നിങ്ങളിൽ ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങൾക്ക് വയറിന്റെ ആ ഭാഗത്തൊരു ചെറിയൊരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന, ഒരു കല്ലപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ ലക്ഷണം കൂടിയായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിവാക്കണം. കാരണം കൂടുതലായിട്ട് നമ്മളങ്ങനെ കമിഴ്ന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങും. ഈ ഒരു ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ആയി കഴിഞ്ഞാൽ അത് ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലൊക്കെ ആ ഒരു ശ്വാസോച്ഛ്വാസം നമുക്ക് ജസ്റ്റ് ഒരു ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെയൊക്കെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യുക കേട്ടോ. ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിന് ശേഷം, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നത്. അടുത്ത ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കുമ്പിട്ട് നിന്ന് എന്തെങ്കിലും എടുക്കുന്ന സമയത്താണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷമുള്ള ഒരു സമയങ്ങളിൽ ഒരു കുമ്പിടാൻ നമുക്ക് പല സ്ത്രീകൾക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. കുമ്പിടാനായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത്, നമ്മൾ കുമ്പിടുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു താഴെ ഒരു സാധനം വീണ് കിടക്കുന്നത് നമ്മൾ കുമ്പിട്ടെടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിരിക്കും. നമ്മുടെ ആ ഒരു പെൽവിക്കിന്റെ ഭാഗം സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ പൊക്കിൾ കഴിഞ്ഞിട്ടൊരു ഭാഗത്തുമായിരിക്കും ഈ ഒരു പ്രഷർ വരുന്നത്. നമ്മൾ ആ ഒരു കുമ്പിടുന്ന ആ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രഷർ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ അടിവയറിന്റെ ആ ഒരു ഭാഗത്തായിരിക്കും. ഈ ഒരു അടിവയറിന്റെ ഭാഗത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്താണ്. പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്ത് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും
ആ ദിവസം മുതൽ ആ എംബ്രിയോ വളരാനായിട്ട് തുടങ്ങും. ആ എംബ്രിയോയുടെ വളർച്ച അവിടെ ഉണ്ടാകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ജീവൻ അവിടെ തുടിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വളർച്ച ആ ഒരു ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വളർച്ച അവിടെ ഉണ്ടാകുന്നത് മൂലം നമ്മൾ കുമ്പിടുന്ന സമയത്ത് നമുക്ക് അവിടെ വല്ലാത്തൊരു കനം തോന്നും, ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആയിട്ട് വരുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ആ ഒരു ഇൻക്രീസ് മൂലം, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഹൈക്ക് മൂലം നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെ അനുഭവപ്പെട്ട് തുടങ്ങും. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസും അതിന് ചുറ്റുമുള്ള ആ സ്ഥിതി ചെയ്യുന്ന ഒരു വയറിന്റെ ഭാഗവും ഒക്കെ നമുക്കൊരു കല്ലപ്പ് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം മുതൽ തന്നെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് മുൻപോട്ടുള്ള അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു വ്യത്യാസം കൂടി വരുന്നുണ്ടെങ്കിൽ, നമ്മൾ കുമ്പിടുന്ന സമയത്ത് നമുക്ക് നേരെ മറിച്ച് ഓരോ സമയങ്ങളിലും ഫ്രീ ആയിട്ട് കുമ്പിടാൻ പറ്റുന്നതിന് പകരം നമുക്ക് കുമ്പിടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വേദനയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയായിരിക്കും, ഒരു കല്ലപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കുമ്പിടാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇതുപോലൊരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിലും ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.